നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു കഥയുണ്ടെങ്കിൽ അതിനെ തിരക്കഥയാക്കാനും ഭാവിയിൽ സിനിമയാക്കാനും ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ തുടങ്ങിയ അഡ്വാൻസ് സ്ക്രീൻ റൈറ്റിംഗ് സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ തന്നെ തിരക്കഥയെക്കുറിച്ചും ഫിലിം ഡയറക്ഷനെക്കുറിച്ചും പ്രൊഡക്ഷനെക്കുറിച്ചും പ്രീ പ്രൊഡക്ഷനെക്കുറിച്ചൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ പ്ലേലിസ്റ്റ് ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കി ഫ്രീ ആയിട്ട് അതെല്ലാം തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അഡ്വാൻസ് സ്ക്രീൻ റൈറ്റിംഗിൻ്റെ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് എന്ന് പറയുന്നത് ജോൺ റൂബിയുടെ അനാട്ടമി ഓഫ് സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സീരീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീരീസിൽ ഇതിന് മുമ്പ് തന്നെ 3 വീഡിയോസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്യാരക്ടർ വെബിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ക്യാരക്ടർ വെബ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു സിനിമയ്ക്ക് കഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയോ തിരക്കഥയോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു കഥയിൽ കഥ എത്ര സ്ട്രോങ് ആണെങ്കിലും കഥയ്ക്ക് അപ്പുറത്തേക്ക് കുറേയധികം കഥാപാത്രങ്ങളുണ്ടല്ലേ. ഈ കഥാപാത്രങ്ങളാണ് നമ്മളോട്, അതായത് ഈ പറയുന്ന ഓഡിയൻസിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ആ കഥ എന്താണെന്ന് നമ്മൾ അറിയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അതായത് പ്രേക്ഷകനെ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റില്ല, എന്നാൽ അവർ പോലും അറിയാതെ അവർ ഇൻ്റർ കണക്റ്റഡ് ആണ്. ആ കണക്ഷനെയാണ് ഇവിടെ ഓതർ ക്യാരക്ടർ വെബ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പറയുന്ന ഓരോ കഥയ്ക്കുള്ളിലും തിരക്കഥയ്ക്കുള്ളിലും ഇത്തരത്തിൽ ഈ ഒരു വെബ് നെയ്യുന്ന ഒരു ചെലന്തിയുണ്ട്. ആ ഒരു ചെലന്തി ആരാണെന്നും ആ ചെലന്തി എങ്ങനെയാണ് ഈ വെബ് നെയ്യുന്നതെന്നാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ അമലക്ഷി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് തുടക്കക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? അതായത് ഒരു കഥ തുടങ്ങിക്കഴിഞ്ഞാൽ അവരിപ്പോഴും ഭയങ്കരമായിട്ട് കഥയിൽ ഫോക്കസ് ചെയ്യും. കഥയിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കഥയ്ക്ക് കുറേയധികം കഥാപാത്രങ്ങൾ വേണമല്ലോ. ഈ കുറേയധികം കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അവർ ബിൽഡ് ചെയ്യും. ഓക്കെ, ഒരു നായകനുണ്ടാവും, ഒരു വില്ലൻ ഉണ്ടാവും, അങ്ങനെ അവർക്ക് വേണ്ട ക്യാരക്ടേഴ്സിനെ അവർ എന്താ ഇൻറ്റൻഷനലി കുത്തി നിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ശരിക്കും അങ്ങനെയല്ല ഒരു കഥയിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരേണ്ടത്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ കഥയിൽ ഒരു 12 കഥാപാത്രം ഉണ്ടെങ്കിൽ ഈ 12 കഥാപാത്രങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലെല്ലാം ബന്ധം ഉണ്ടാവണം. അതായത് ഞാനീ പറയുന്നത് ഒരു ബ്ലഡ് റിലേഷനോ കാര്യങ്ങളൊന്നുമല്ല. അതായത് അമ്മാവൻ്റെ മോൻ, കുഞ്ഞമ്മയുടെ മോൻ, അങ്ങനത്തെ ബ്ലഡ് റിലേഷൻ അല്ല. പകരം ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേയധികം ബന്ധങ്ങളുണ്ടാവണം, കുറേയധികം കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന ഹീറോയും അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഈ പറയുന്ന കണക്ക് ആ ഒരു കഥയെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ഇൻവിസിബിൾ വെബ് എന്താണെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ആരെല്ലാമാണെന്നും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും അങ്ങനെ തന്നെ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഇൻവിസിബിളായിട്ട് കണക്ട് ആകാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയിൽ എത്ര ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് പ്രൊട്ടാഗണിസ്റ്റ് ഉണ്ട്, ആൻറ്റാഗണിസ്റ്റ് ഉണ്ട്, ഡ്യൂട്രാഗണിസ്റ്റ് ഉണ്ട്, സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ കുറേയധികം ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. അതിനെ തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഇൻ ഡീപ്പായിട്ട് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ 6 ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 1 ഹീറോ, 2 ഒപ്പോണൻറ്റ്, 3 അലൈ, 4 ഫേക്ക് അലൈ, 5 ഫേക്ക് ഒപ്പോണൻറ്റ്, 6 എന്ന് പറയുന്ന സപ്പോർട്ട് ക്യാരക്ടർ. ഇത്രയധികം ക്യാരക്ടേഴ്സാണ് ഒരു സിനിമയിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറയുന്നത് പ്രൊട്ടാഗണിസ്റ്റിന് ഗോൾ ഉണ്ടാവണമെന്നല്ലേ. എന്നാൽ പ്രൊട്ടാഗണിസ്റ്റിന് മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള ഗോളും കൃത്യമായിട്ടുള്ള പർപ്പസും ഉണ്ടായിരിക്കണം. ഇതെല്ലാം തന്നെ ഹീറോയുടെ ഗോളുമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ ഒപ്പോണൻറ്റിൻ്റെ ഗോളുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടർ വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണില്ല, ജസ്റ്റ് ഒരു ഐഡിയ മാത്രം വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് എക്സാമ്പിളോടെ മുന്നോട്ട് പറയാനായിട്ട് പോകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് കണക്റ്റ് ആയി വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് നൻപൻ എന്ന് പറയുന്ന ആ ഒരു തമിഴ് സിനിമ, വിജയുടെ ആ ഒരു സിനിമ എടുക്കാം അല്ലേ. ആ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേയധികം ക്യാരക്ടേഴ്സ് ആ ഒരു പടത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു പടം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള വിജയുടെ കഥാപാത്രം മാത്രമല്ല, ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ടുള്ള ഗോളുകളും പർപ്പസും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം നിങ്ങൾക്ക്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു 6 ടൈപ്പ് ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിനിമയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നൻപൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ വിജയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഗോൾ എന്താണെന്ന് നോക്കാം അല്ലേ. പുള്ളിയുടെ ഗോൾ എന്താണ്? പുള്ളി കരുതുന്നത് ഈ പറയുന്ന കണക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മോശമാണെന്നും നല്ലതല്ലെന്നും ആ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണമെന്നുള്ളതാണ് പുള്ളിയുടെ ഗോൾ എന്ന് പറയുന്നത്. എന്നാൽ ആ പടത്തിലെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള വൈറസ് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പലിൻ്റെ ക്യാരക്ടറിൻ്റെ ഗോൾ എന്താണ്? അയാൾ കരുതുന്നത് ഈ സിസ്റ്റമാണ് ശരി, ഇതാണ് കറക്റ്റ്, ഇതാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പുള്ളി കരുതുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഗോൾ എന്താണ്? ആ ഒരു സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിജയെ പോലുള്ള ആൾക്കാരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഗോൾ.
അപ്പോൾ നമ്മൾ ക്യാരക്ടർ വെബിലേക്ക് നോക്കുകയാണെങ്കിൽ ഹീറോയും ഒപ്പോണൻ്റ് കൂടെ ഉണ്ട്. ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇത് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഹീറോനെ തടയുന്ന ആളാണ് അല്ലെങ്കിൽ ഹീറോയുടെ ഗോളിനൊപ്പം യാത്ര ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ഒപ്പോണൻ്റ് അല്ലെങ്കിൽ വില്ലൻ എന്ന് പറഞ്ഞത്. ഇവർ തമ്മിൽ എന്തായാലും ബന്ധമുണ്ടായിരിക്കും നമുക്ക് മനസ്സിലായി. എന്നാൽ ഇവർ തമ്മിൽ മാത്രമല്ല ബന്ധം, ബാക്കി പറഞ്ഞ ക്യാരക്ടേഴ്സില്ലേ ഇവരെല്ലാം തമ്മിൽ ഇതേപോലെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. പല ആൾക്കാരും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൻപൻ സിനിമയിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നും അവരും ഈ പറയുന്ന ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ഡയറക്റ്റ് ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒരു സിനിമയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ മാത്രമായിരിക്കണം ഓരോ കഥയിലും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നൻപൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ വിജയുടെ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ, സുഹൃത്തുക്കളായിട്ടുള്ള ഒന്ന് സെന്തിൽ എന്ന് പറഞ്ഞ മറ്റ് വെങ്കിട്ട് എന്ന് പറഞ്ഞ. അപ്പം വെങ്കിട്ടിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണ്, വെങ്കിട്ട് ശരിക്കും മുന്നോട്ട് വെക്കുന്നത് എന്താണ്, ആ ഒരു ആഗ്രഹം, അതായത് ഈ ഒരു സിസ്റ്റം കാരണം തൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറി ലൈഫിൽ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ് കാണിക്കുന്നത്. അതായത് വിജയ് പറയുന്ന സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ല, ആ സിസ്റ്റം കൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് കാണിച്ച് ലിവിങ് ലൈഫിൽ കാണിച്ചു തരുന്ന ഒരാളെയാണ് നമുക്ക് വെങ്കിട്ടിൻ്റെ ക്യാരക്ടറിലൂടെ കാണാൻ പറ്റുന്നത്. അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഈ സിസ്റ്റം കാരണം അയാൾക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി സെന്തിലിനെ എടുക്കുകയാണെങ്കിൽ സെന്തിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതേ സിസ്റ്റത്തിൻ്റെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ഫാമിലി ഇമോഷനും മറ്റും കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ സിസ്റ്റത്തിൻ്റെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ആ ഒരു സെന്തിലിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വിജയ് പറയുന്ന ആ പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാം ലൈഫും അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ആ ഒരു ഇതും കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ വിജയുടെ ഒരു അലയായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് വരാം. അതായത് ഈ വൈറസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ഈ ഒപ്പോണൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇയാൾ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് വെങ്കിടിൻ്റെ ഫാദർ വിശ്വസിക്കുന്ന ഈ സിസ്റ്റം ശരിയാണെന്നും ഈ സിസ്റ്റത്തിലൂടെ മാത്രമേ മകൻ്റെ ലൈഫ് ബെറ്റർ ആവുകയുള്ളൂ എന്നും മകന് നല്ലൊരു ലൈഫ് കിട്ടണമെങ്കിൽ ഇതാണ് വഴി എന്നാണ് പുള്ളി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ഒരു അച്ഛൻ മകൻ ബന്ധം, ആത്മബന്ധമൊക്കെ അവർ തമ്മിൽ വീണ്ടും ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി സെന്തിലിൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ തന്നെ സെന്തിലിൻ്റെ ആ ഒരു എന്താ പറയുക ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവരുടെ കഷ്ടപ്പാടും ആ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് വിജയ് പറയുന്ന ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ഫിയറും ആ ഒരു ഇമോഷനൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ക്യാരക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ശ്രീവത്സൻ എന്ന് പറയുന്ന ആ ഒരു പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ, പുള്ളി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇതേപോലെ നമ്മുടെ വൈറസ് എന്താണോ പറഞ്ഞാൽ അതേ സിസ്റ്റത്തെ ബിലീവ് ചെയ്യും, അതേ സിസ്റ്റമാണ് ശരിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടറാണ് നമുക്ക് കാണാൻ പറ്റും. ഇനിയും കുറേയധികം കഥാപാത്രങ്ങളുണ്ട്, എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ഇതാണ് ആ ഒരു പടത്തിൻ്റെ കോർ ഐഡിയ ഇല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയാണോ തെറ്റാണോ, ഇത് രണ്ടും ഫോളോ ചെയ്ത് പോകുന്ന ആളുകൾ എവിടെ എത്തും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ആ പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ ഇത് തന്നെയാണ് ആ ഒരു പടത്തിൽ പോകുന്നത്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിലാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. അതായത് വിജയുടെ ക്യാരക്ടറും പ്രിൻസിപ്പളിൻ്റെ ക്യാരക്ടറും തമ്മിലാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതെങ്കിലും ബാക്കി എല്ലാവരും അതുമായി ഇൻ്റർകണക്റ്റഡ് ആണ്. ഈ ഇൻ്റർകണക്റ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു ജേണിയിൽ ഇയാളുടെ കൂടെ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓരോ ടൈപ്പ് ക്യാരക്ടേഴ്സും ഡിഫറൻറ്റ് സിനിമകളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹീറോ വേഴ്സസ് ഒപ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ നായകൻ്റെ ഗോൾ എന്താണോ അതിനെ എതിർക്കുന്ന ആളായിരിക്കണം വില്ലൻ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നായകൻ്റെ ഗോൾ എന്താണോ അത് തന്നെ നേടാനായിട്ട് ശ്രമിക്കുന്ന ആളായിരിക്കണം ഒപ്പോണൻ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വിജയുടെ മാസ്റ്റർ എന്ന് പറയുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് JD എന്ന് പറയുന്ന പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഭവാനി എന്ന് പറയുന്ന ഒരു ആന്റാഗണിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ JDയുടെ ഗോൾ എന്താണ്, അതായത് സ്റ്റുഡൻസിനെ സേവ് ചെയ്യുക, സ്റ്റുഡൻസിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഭവാനിയുടെ ലക്ഷ്യം എന്താണ്, ഈ പറഞ്ഞ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടത് ആ ഒരു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ കൺട്രോളാണ്. അതാണ് ഈ ഒരു പടത്തിൻ്റെ എൻ്റെയർ കഥ പോകുന്നത്. ഇതാണ് ഇവർ തമ്മിലുള്ള അവിടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊട്ടാഗണിസ്റ്റും ആന്റാഗണിസ്റ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത് നിനക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരേ ബാറ്റിൽ ഗ്രൗണ്ട് ആണ്, ഇവിടെ രണ്ട് ഇൻറ്റൻഷനാണ് രണ്ടാൾക്കൊന്നും നമുക്ക് കാണാൻ പറ്റും. അടുത്ത അലയിലേക്ക് വരികയാണെങ്കിൽ ഹീറോയുടെ കൂടെ നിൽക്കുന്ന, ശക്തമായിട്ട് ഹീറോയെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ അല എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരു സിനിമയിൽ ജോർജ് കുട്ടിയുടെ ഫാമിലിയാണ് ഇത്തരത്തിൽ ജോർജ് കുട്ടിയുടെ അലയായിട്ട് കൂടെ നിൽക്കുന്നത്. അതായത് ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പുള്ളിക്ക് ഒരിക്കലും ആ ഒരു ഇതിൽ വിജയിക്കാനായിട്ട് പറ്റിക്കില്ല, എപ്പോൾ തന്നെ പിടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഫാമിലി അത്രയ്ക്ക് ശക്തമായിട്ട് പുള്ളിയുടെ കൂടെ നിന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പുള്ളിക്ക് വിജയിക്കാനായിട്ട് പറ്റുന്നത്. അടുത്തതാണ് ഫേക്ക് അല എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും അലയാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയുടെ തുടക്കം തൊട്ട് കൂടെ നിൽക്കും, എന്നാൽ അവസാനം ആകുമ്പോഴത്തേക്കും കാല് വാരുന്ന പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേക്ക് കല എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റ് കണ്ടിട്ട് ആൾക്കാർ ഞെട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊരു അടിപൊളി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതാണ് കട്ടപ്പ കൂടെ ലോയലാണ്, കട്ടയ്ക്ക് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബാഹുബലിക്കിട്ട് പണി കൊടുത്തിട്ട് പോയി. അപ്പോൾ ഇതൊരു ശരിക്കും ട്വിസ്റ്റ് ആണല്ലേ, നമ്മളെല്ലാം ഞെട്ടിയ നല്ലൊരു ട്വിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫേക്ക് കല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ട്വിസ്റ്റ് സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അടുത്തതാണ് ഫേക്ക് ഒപ്പോണന്റ്. ഇവിടെ സംഭവം സിമ്പിളാണ്, നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് പടം തുടങ്ങുന്ന സമയത്ത് നായകനെതിരാണ്
ഓപ്പോസിറ്റ് ആണെന്നൊക്കെ കാണിച്ചിങ്ങനെ നല്ല കട്ടയ്ക്കൊക്കെ നിന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്ക് നായകൻ്റെ കട്ടച്ചങ്കായിരുന്നു, എല്ലാത്തിനും നായകൻ്റെ കൂടെ നിന്നെയാന്ന് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫേക്ക് ഒപ്പോണൻ്റ് എന്ന് പറയുന്നത്. രാമലീല എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ഇനി സബ് പ്ലോട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ സബ് പ്ലോട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു കമ്പാരിസൺ ടൂളാണ്. അതായത് ഇപ്പോൾ പല ക്യാരക്ടേഴ്സിനെ തമ്മിൽ, അപ്പം നിങ്ങളുടെ പടത്തിലും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിനെ തമ്മിൽ കമ്പാരിസൺ ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇതിന് സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നൻപൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് നമുക്ക് വീണ്ടും വരാം. ആ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വിജയുടെ ക്യാരക്ടർ ഉണ്ട്, അതുപോലെ തന്നെ സെന്തിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, വെങ്കിട് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഈ 3 ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലേ, അതായത് എക്സാം വരുന്നുണ്ട്, പഠിക്കണം, കരിയർ, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പരീക്ഷയാണ് അവർ പേടിക്കുന്നത്. എന്നാലും നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഈ 3 ആൾക്കാരുടെയും ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണെന്ന് കാണാൻ പറ്റും. അതായത് വിജയുടെ ക്യാരക്ടറിനെ എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു തരത്തിലുള്ള പേടിയില്ല, പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് കാണാൻ പറ്റും. ഇനി വെങ്കിടിൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ പുള്ളി ഫുൾ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണാൻ പറ്റും. ഇനി അതുപോലെ സെന്തിലിനെ എടുക്കുകയാണെങ്കിൽ സെന്തിൽ ശരിക്കും ഇതിനെ ഭയപ്പെടുകയാണ്, ഫിയറാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഒരേ പ്രശ്നം, ഒരേ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാർ, എന്നാൽ അവരുടെ ആ ഒരു ക്യാരക്ടർ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലർക്കും ഡൗട്ട് തോന്നുന്നൊരു സാധനമാണ് ഈ സബ്പ്ലോട്ട് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. അതായത് മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലും കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. ഈ കുറേയധികം ക്യാരക്ടേഴ്സിനും കുറേയധികം സ്പെഷ്യാലിറ്റി ഉള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയോ, ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം അവരുടേതായ കുറേയധികം വാല്യൂസ് ഉള്ളതുകൊണ്ടാണ്. ആ വാല്യൂസിനെ നമുക്ക് ഈ പറയുന്ന സബ്പ്ലോട്ട് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ബ്ലൈൻഡ്ലി ധർമ്മം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി കണ്ണും അടച്ചുകൊണ്ട് ബ്ലൈൻഡ്ലി അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ നേരെ ഒപ്പോണൻ്റ് ആയിട്ടുള്ള ദുര്യോധനെ എടുക്കുകയാണെങ്കിൽ പുള്ളി എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ഒരു അധർമ്മം മാത്രം, ബ്ലൈൻഡ്ലി അല്ലെങ്കിൽ അധർമ്മം മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെന്ന് കാണാൻ പറ്റും. ഇനി അർജുനൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുക്കുകയാണെങ്കിൽ പുള്ളി പ്രോപ്പറായിട്ട് ധർമ്മം ഫോളോ ചെയ്യുന്ന ആളാണ്. ഇനി കർണനെ എടുക്കുകയാണെങ്കിൽ കർണൻ എന്ന് പറഞ്ഞ ധർമ്മത്തിന് മുകളിലായിട്ട് ലോയൽറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ടാകും. അപ്പോൾ സിറ്റുവേഷൻ എന്താണ്, അതായത് ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും പലരുടെയും വാല്യൂസ് അല്ലെങ്കിൽ പലരുടെയും കാഴ്ചപ്പാടുകൾ ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു കഥയിൽ നിങ്ങൾ ഇത്തരത്തിൽ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരേ സ്വഭാവം, ഒരേ രീതി കൊടുക്കരുത്. പല ക്യാരക്ടേഴ്സിനും പല രീതി ആയിരിക്കണം. എന്നാൽ ഈ പല രീതികളാണെങ്കിൽ പോലും ഇതെല്ലാം തമ്മിൽ ഇന്റർകണക്ട് ആയിരിക്കണം. അതായത് നിങ്ങളുടെ കഥയുടെ കോർ ആശയവും അതുപോലെ തന്നെ ഇവരുടെ ഈ പറഞ്ഞ ഗോളുകളും എല്ലാം തമ്മിൽ പല കാലത്തിൽ ഇന്റർകണക്ട് ആയിരിക്കണം. ഇതെല്ലാം തന്നെ പല രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയും വേണം. ഈ മഹാഭാരതത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ എല്ലാം ഈ ഡിസിഷൻസ് കാരണമാണ്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഈ കോർ വാല്യൂസ് കാരണമാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് വലുതായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ യുധിഷ്ഠിരം ബ്ലൈൻഡ്ലി ധർമ്മം ഫോളോ ചെയ്തതാണ് ഇതിനെല്ലാം ഒരു റീസൺ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് കർണൻ ഈ പറഞ്ഞ കണക്ക് കൂടുതൽ ലോയൽ ആയതുകൊണ്ടാണ്, ധർമ്മത്തിന് മുകളിൽ കൂടുതൽ ലോയൽ ആയതുകൊണ്ടാണ് അവിടെയും മറ്റു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായത്. അപ്പോൾ ഈ ഓരോ ആൾക്കാരും ചെയ്യുന്ന ഓരോ പ്രവൃത്തി കഥയെ കൂടുതൽ കോൺഫ്ലിക്റ്റ് ആക്കുകയും കൂടുതൽ എൻഗേജിങ് ആക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്യാരക്ടർ വെബ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ വെബ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് എപ്പോഴും ഹീറോയും ഒപ്പോണൻറ്റിനെയും എടുത്തിട്ട് അവരിൽ നിന്നായിരിക്കണം ഈ ഒരു വെബ് നെയ്ത് പോകേണ്ടത്. കൂടുതൽ നിങ്ങൾ ഹീറോയിലേക്ക് ഫോക്കസ് ചെയ്യുക, അവിടെ നിന്നായിരിക്കണം ആ ഒരു വെബ് മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്ത് പോകേണ്ടത്. അല്ലാതെ ഇത്രയും ആൾക്കാരുടെ ഈ പറയുന്ന കണക്ക് ഗോൾസിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ കൺഫ്യൂസ് ആയി പോകാൻ പാടില്ല. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെലന്തി ആരാന്നറിയോ, ഈ ഒരു ക്യാരക്ടേഴ്സിനെ എല്ലാം കൂട്ടിയിരുത്തി വല നെയ്ത് അവിടെ ആ ഒരു കാര്യങ്ങൾ ക്യാരക്ടർ വെബ് അടിപൊളിയാക്കുന്ന ആ ചെലന്തി എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, തിരക്കഥ എഴുതുന്ന നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെലന്തി ആയിക്കൊണ്ട് ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ വെബ് നിങ്ങളുടെ തിരക്കഥയിൽ ഉണ്ടാവണം. അതായത് പുറമെ ഒരാൾക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു വെബും അതിനകത്തൊരു ചെലന്തി നിങ്ങളുടെ തിരക്കഥയ്ക്കകത്ത് ഉണ്ടാവണമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും